ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ഷാജഹാൻ തയ്യാറാണ്. ഷാജി, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് വിനീഷ. നമ്മൾ കുട്ടനാടൊക്കെ തന്നെ വളരെ ആശ്വാസത്തിലാണ്. അതിൻ്റെ ഹെലികാം വിഷ്വൽസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. കാര്യം കുട്ടനാട് പൂർണ്ണമായിട്ടും ചില ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് അല്ലെങ്കിൽ വെള്ളം നേരിയ തോതിൽ കെട്ടിക്കിടപ്പുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമാണ്. കാര്യം കഴിഞ്ഞ ദിവസം മഴ മാറിയെന്നോ കാര്യമായ ഒരു മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും കുട്ടനാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് മലയോര മേഖലകളിലെ മഴ. അത് കുട്ടനാട്ടിലേക്ക് വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ തോട്ടപ്പള്ളി സ്പിൽവേ വഴിയാണ് ഇത് പ്രധാനമായിട്ടും കടലിലേക്ക് ഒഴുകി പോകുന്നത്. 2018 ദുരന്തത്തിന് ശേഷമാണ് ഇത്തരം ഒരു പഠനം നടത്തി സർക്കാർ ഇത്തരം ഒരു സംരംഭം, അതായത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കിയത്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കിഴക്ക് നിന്ന് വരുന്ന വെള്ളം പമ്പയാറ്റിലും അതോടൊപ്പം തന്നെ അച്ചൻകോവിലാറിൽ നിന്നൊക്കെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം നേരെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായിരുന്നു. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ കടലാക്രമണം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ പൂർണ്ണമായിട്ടും കിഴക്ക് നിന്നുള്ള വെള്ളം അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. അതായത് വീണ്ടും തിരയടിച്ച് അത് തിരിച്ചു വരുന്നൊരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ ജലനിരപ്പ് നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് ജലനിരപ്പ് ഉയരുകയായിരുന്നു. പക്ഷേ മഴ അല്പം ഒന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ കടലിലേക്ക് വെള്ളം നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി കുട്ടനാട്ടിലെ ജനങ്ങൾ വളരെ ആശ്വാസത്തിലാണ്. കുട്ടനാട് പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്ന, അതായത് 2018 പ്രളയത്തിന് ശേഷം 2019 നേരിയ തോതിലുള്ള ഒരു വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ തന്നെ കുട്ടനാട്ടിലുണ്ടായിരുന്നു. സമാനമായ രീതിയിലേക്ക് കുട്ടനാട് പോകുന്ന ഒരു സ്ഥിതിയിലാണ് പെട്ടെന്ന് തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെ ഈ കാലവർഷം വരുന്നതിന് ഒരാഴ്ച മുൻപാണ് തീരദേശ മേഖലയിൽ ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കൊടുക്കുന്നത്. പക്ഷേ പെട്ടെന്ന് കാലവർഷം എത്തിയതോടുകൂടി തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അടിയന്തരമായി JCB മറ്റും ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പൊഴിമുഖം, അതായത് കടലും കായലും തമ്മിൽ ചേരുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ പടിഞ്ഞാറ് ഏതാണ്ട് 1 കിലോമീറ്റർ പടിഞ്ഞാട്ട് മാറിയുള്ള ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുകയും അതോടൊപ്പം തന്നെ കിഴക്ക് നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും കടലിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ഇപ്പോൾ ആശങ്കയ്ക്ക് വകയില്ല. വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ ക്യാമ്പുകളിൽ ഏതാണ്ട് 10,000-ലധികം ആളുകൾ വിവിധ ക്യാമ്പുകളിലുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവരൊക്കെ തന്നെ വീണ്ടും മടങ്ങി വീടുകളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ നാളെ തൊട്ട് സ്കൂളുകളൊക്കെ തന്നെ തുറക്കുകയാണ്. അത്തരത്തിൽ വളരെ ആശ്വാസകരമായ വാർത്തകളാണ് നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്. വിനീഷ.